നമസ്കാരം. ആസ്ട്രോവേദിക് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ആരാണ് വരാഹിദേവി? വരാഹിദേവിയെ ഉപാസിക്കുന്നതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്? എപ്പോഴൊക്കെയാണ് വരാഹിദേവിയെ പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് വരാഹിദേവിയെ പൂജിച്ച് പ്രസാദിപ്പിക്കേണ്ടത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഉപാസിക്കുന്നവന് സകലമാന സൗഭാഗ്യങ്ങളും നൽകി അവനെ കാത്തുരക്ഷിക്കുന്ന ദേവീസ്വരൂപമാണ് വരാഹിദേവി. ഹൈന്ദവ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട ആദിപരാശക്തിയാണ് വരാഹിദേവി അഥവാ വരാഹിലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ദേവി എന്നറിയപ്പെടുന്നത്. വരാഹിദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ലോകത്തിൽ ശത്രുക്കൾ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. മനുഷ്യ ശരീരവും പന്നിയുടെ മുഖവും ഉള്ളവളാണ് വരാഹിദേവി. കോപത്തിൽ അങ്ങേയറ്റം കോപമുണ്ടവൾ തന്നെ, പക്ഷേ കാരുണ്യനിധിയാണ് വരാഹിദേവി. നമ്മുടെ ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ അമ്മ ഉയർത്തുന്നു. അമ്മയുടെ ദണ്ട് നമ്മിൽ ഉള്ള ശക്തിയെ ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. കുണ്ടലിനി ശക്തിയെ ഉണർത്തിയാൽ എന്താണ് ലാഭം? കുണ്ടലിനി ശക്തിയെ അജ്ഞാന ചക്രത്തിൽ വെച്ച് തവം ചെയ്താൽ നാം വിചാരിച്ച കാര്യങ്ങൾ എല്ലാം സഫലമാകും. പറയുന്ന വാക്കുകൾ പൊന്നാവും. ഈ ദേവിയെ പൂജിച്ചാൽ വാക്ക് ഫലിക്കും. ശത്രുക്കളെല്ലാം മിത്രങ്ങളായിത്തീരും. വരാഹി സാധകനെ ആർക്കും വശ്യവലയത്തിൽ വീഴ്ത്തുവാൻ സാധിക്കുകയില്ല. ദുർദേവതകൾ അടുത്തു വരാൻ പോലും ഭയക്കുന്നതാണ്. ലളിതാംബികയുടെ പൃഷ്ഠഭാഗത്തു നിന്നും ഉയർന്നു വന്ന ദേവിയാണ് വരാഹിദേവി. വരാഹിദേവി ദേവഗുണവും മൃഗഗുണവും ഉള്ളവൾ ആയതിനാൽ ദേവിയെ ഉഗ്രദേവമെന്ന് പറയപ്പെടുന്നു. തെറ്റുകൾ ചെയ്താൽ ശിക്ഷയും വലുതാണ് അമ്മ കൊടുക്കുന്നത്. വിളിച്ചപാടെ ഓടിയെത്തുന്ന ദേവതയാണ് അമ്മ. സപ്തമാതാക്കളിലെ 5ാമത്തെ ഭഗവതിയാണ് വരാഹിദേവി. വിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായി വരാഹിദേവി ആരാധിക്കപ്പെടുന്നു. ദേവി മാഹാത്മ്യം 11ാമത്തെ അധ്യായത്തിൽ 17ാമത്തെ ശ്ലോകത്തിൽ ദുർഗ അല്ലെങ്കിൽ ഭുവനേശ്വരിയുടെ ഉഗ്രരൂപമായി വരാഹിദേവിയെ വർണ്ണിച്ചിരിക്കുന്നത് കാണാം. ശിവേ എന്നതുകൊണ്ട് വരാഹരൂപം പൂണ്ട പാർവതിയായും കണക്കാക്കപ്പെടുന്നു. മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി 8 വിധത്തിലുള്ള ദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ്. ദുർഗാദേവിയുടെ രൂപഭേദങ്ങളാണ് സപ്തമാതാക്കൾ. ഭഗവതി തൻ്റെ ജട നിലത്തടിച്ചപ്പോൾ സപ്തമാതാക്കളുണ്ടായി എന്നും കഥയുണ്ട്. ആദിപരാശക്തിയായ ലളിത ത്രിപുരസുന്ദരിയുടെ ശക്തിസേനയുടെ സർവ്വസൈന്യാധിപയായ യോദ്ധാവായിട്ടും വരാഹരൂപം പൂണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൻ്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിയായിട്ടും ദുരിതങ്ങളെ സ്തംഭിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും ഭഗവതി ആരാധിക്കപ്പെടുന്നു. ഐശ്വര്യം, വിജയം, സമ്പത്ത് എന്നിവയുടെ മൂർത്തരൂപമാണ് ശ്രീ വരാഹിദേവി എന്നാണ് വിശ്വാസം. പ്രധാനമായും ശാക്തേയ ആരാധനാ മൂർത്തിയാണെങ്കിലും ശൈവ വൈഷ്ണവ രീതിയിലും ബുദ്ധമതത്തിൽ വജ്രവരാഹി എന്ന പേരിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു. ചില പ്രദേശങ്ങളിലെ വ്യാപാരികളുടെയും ബിസിനസ് സമൂഹങ്ങളുടെയും ഇടയിൽ വരാഹി ഉപാസന കാണപ്പെടുന്നുണ്ട്. ദാരിക നിഗ്രഹത്തിനായി അവതരിച്ച ഭദ്രകാളിയുടെ സൈന്യത്തിലും വരാഹി ഉൾപ്പെടുന്നു. മാർക്കണ്ഡേയ പുരാണത്തിലെ ഭദ്രോൽപത്തി പ്രകരണത്തിൽ ദാരികവധം എന്ന കഥ പ്രസിദ്ധമാണ്. ദാരികവധത്തിനു വേണ്ടി ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ആദ്യം 6 ശക്തികളുണ്ടായി. ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, വരാഹി, ഇന്ദ്രാണി എന്നിവരായിരുന്നു 6 മാതാക്കൾ. എന്നാൽ ഷഡ്മാതാക്കൾ ദാരികന് മുൻപിൽ പരാജയപ്പെട്ടു. ഒടുവിൽ ശിവനേത്രത്തിൽ നിന്നും ശ്രീ ഭദ്രകാളി അവതരിച്ചു. ഭദ്രകാളി അഥവാ ചാമുണ്ടി ഉൾപ്പെടെ 7 ദേവിമാരെയും ചേർത്ത് സപ്തമാതാക്കൾ എന്ന് വിളിക്കുന്നു. ഇക്കൂട്ടത്തിൽ വരാഹിയും ഉൾപ്പെടുന്നു. വാമന പുരാണത്തിൽ 56ാം അധ്യായത്തിൽ സപ്തമാതാക്കളുടെ ജനനത്തെപ്പറ്റി ഇങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്. ശുംഭനിശുംഭന്മാരുടെ ആജ്ഞപ്രകാരം യുദ്ധത്തിനിറങ്ങിയ അസുരന്മാർ തോറ്റപ്പോൾ രക്തബീജനെന്ന അസുരൻ തൻ്റെ പടയുമായി എത്തി. ഇതുകണ്ട ചണ്ഡിക പരമേശ്വരി ഒരു ശംഖനാദം പുറപ്പെടുവിച്ചു. ഭഗവതിയുടെ തിരുവായിൽ നിന്ന് ബ്രാഹ്മിയും, തൃക്കണ്ണിൽ നിന്ന് മഹേശ്വരിയും, അരക്കെട്ടിൽ നിന്ന് കൗമാരിയും, കൈകളിൽ നിന്ന് വൈഷ്ണവിയും, പൃഷ്ഠഭാഗത്തു നിന്ന് വരാഹിയും,
ഹൃദയത്തിൽ നിന്ന് നരസിംഹിയും പാദത്തിൽ നിന്ന് ചാമുണ്ടിയും ഉദ്ഭവിച്ചു അത്രേ. പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ ഭക്തരിൽ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വരാഹിദേവി. ഹൈന്ദവ വിശ്വാസപ്രകാരം താന്ത്രിക പദ്ധതിയിൽ ഭൂമിദേവി സങ്കല്പവും വരാഹിയാകുന്നു. വാമാചാരപ്രിയയാണ് ദേവി. ആയതിനാൽ ദേവിയെ വാമമാർഗത്തിൽ പൂജിക്കപ്പെടുന്നു. വാമമാർഗ സ്വരൂപിണി ആയ ദേവി മത്സ്യവരാഹി എന്ന ഭാവമാകുന്നു. താന്ത്രിക സമ്പ്രദായത്തിൽ ദേവി അനാഹത ചക്രസ്ഥിതിയാവുന്നു. അതുകൊണ്ട് രാത്രി മാത്രമേ വരാഹി ഉപാസന ചെയ്യാവൂ എന്ന് ഒരു വിശ്വാസം നിലവിലുണ്ട്. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉപാസിക്കാവുന്നതാണ്. അതിന് സാധിച്ചില്ലെങ്കിൽ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിച്ച ശേഷം എപ്പോൾ വേണമെങ്കിലും ഉപാസിക്കാവുന്നതാണ്. വരാഹി ദേവിക്ക് സൂര്യാസ്തമയത്തിന് ശേഷമാണ് ശക്തി വർദ്ധിക്കുന്നതത്രേ. അതുകൊണ്ടാണ് സൂര്യാസ്തമയത്തിന് ശേഷം മുതൽ സൂര്യോദയത്തിന് മുൻപ് വരെയുള്ള സമയത്ത് വരാഹി ദേവിയെ ഉപാസിക്കുന്നതിന് ഉത്തമമായി കരുതപ്പെടുന്നത്. വരാഹി ദേവിയെ നെയ്വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നത് അതിശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. വരാഹി ഗായത്രി ദിവസവും ജപിക്കുന്നതിലൂടെ സർവൈശ്വര്യവും നമ്മിൽ വന്നു നിറയുമെന്നതിൽ സംശയമില്ല. ഓം ശ്യാമളായ വിദ്മഹേ ഹലഹസ്തായ ധീമഹി തന്നോ വരാഹി പ്രചോദയാത്. വിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായി വരാഹി ആരാധിക്കപ്പെടുന്നു. മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി 8 വിധത്തിലുള്ള ദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ്. ആദിപരാശക്തിയായ ലളിത ത്രിപുരസുന്ദരിയുടെ ശക്തിസേനയുടെ സർവ്വസൈന്യാധിപയായ യോദ്ധാവായിട്ടും വരാഹരൂപം പൂണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിന്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിയായിട്ടും ദുരിതങ്ങളെ സ്തംഭിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും ഭഗവതി ആരാധിക്കപ്പെടുന്നു. ഐശ്വര്യം, വിജയം, സമ്പത്ത് എന്നിവയുടെ മൂർത്തരൂപമാണ് ഭഗവതി. കാട്ടുപന്നിയുടെ മുഖത്തോടുകൂടിയ ശ്രീ വരാഹി ദേവി പഞ്ചമി, പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡനാഥ, വാർത്താളി, താന്ത്രിക ലക്ഷ്മി, അഷ്ടലക്ഷ്മി സ്വരൂപിണി, സമയേശ്വരി, രാത്രിദേവി തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ശാക്തേയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട കാളി വാർത്താളി എന്നറിയപ്പെടുന്നു. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദണ്ഡനാഥ എന്ന് വിളിക്കപ്പെടുന്നു. ഭഗവതിക്ക് പഞ്ചമി തിഥി പ്രധാനമായതിനാൽ പഞ്ചമി ദേവി എന്നും അറിയപ്പെടുന്നുണ്ട്. ശക്തി സ്വരൂപിണിയായ വരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും ക്ഷിപ്രപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു. വരാഹിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത്, ഉയർച്ച, ശത്രുദോഷശാന്തി, ആഗ്രഹപൂർത്തി എന്നിവ ഫലം എന്നാണ് വിശ്വാസം. രാത്രിയാണ് വരാഹി ദേവിയെ കൂടുതലായും ആരാധിച്ചു വരുന്നത്. പഞ്ചമി തിഥിയിലെ രാത്രി വരാഹി ദേവിക്ക് അതിവിശേഷം എന്നാണ് കരുതപ്പെടുന്നത്. ദേവിയെ ഉപാസിക്കുവാൻ അല്ലെങ്കിൽ ആരാധിക്കുവാൻ നമ്മൾ തുടങ്ങുന്നതിന് പറ്റിയ ദിവസമാണ് പഞ്ചമി, പൗർണമി, അഷ്ടമി എന്നീ നാളുകൾ. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ദേവിയെ ആരാധിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ ദിവസങ്ങളിൽ ദേവിക്ക് കൂടുതൽ ശക്തി കൈവരുന്ന ദിവസമായാണ് കണക്കാക്കപ്പെടുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ വരാഹി ദേവിയെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പഞ്ചമി പഞ്ചഭൂതേഷി പഞ്ചസംഖ്യോപചാരിണി. വരാഹി ദേവി ലളിതാംബികയുടെ കയ്യിൽ വിളങ്ങുന്ന ശത്രുനാശിനിയായ പഞ്ച ആയുധങ്ങളാകുന്നു. ധ്യാനസ്വരൂപത്തിൽ 5 മുഖങ്ങളോട് കൂടിയ ഭഗവതിയാകുന്നു. ജലം, വായു, അഗ്നി, ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങളിൽ വസിക്കുന്ന ആദിപരാശക്തിയും വരാഹി ദേവി തന്നെ. വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട വിശേഷ ഉത്സവമാണ് വരാഹി നവരാത്രി. ആഷാഢ നവരാത്രി അഥവാ വരാഹി നവരാത്രി എന്നും ഗായത്രി നവരാത്രി എന്നും അറിയപ്പെടുന്ന ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രഥമ തൊട്ട് ഉള്ള 9 രാത്രികളാണ് ഭാരതത്തിൽ വരാഹി നവരാത്രിയായി ആചരിച്ചു വരുന്നത്. ഈ നവരാത്രിയിൽ ആചരിക്കുന്ന 9 ദിവസങ്ങളിലെ ഭഗവതി വരാഹി ഭാവങ്ങൾ ഇങ്ങനെയാവുന്നു: ആദിവരാഹി, മഹാവരാഹി, വാരാഹി, ബൃഹത് വരാഹി, ധൂമ്രവരാഹി, സ്വപ്നവരാഹി, മഹിഷാരൂഢവരാഹി, പക്ഷിവരാഹി, മത്സ്യവരാഹി. കേരളത്തിൽ വരാഹി ക്ഷേത്രങ്ങൾ പൊതുവെ കുറവാണെങ്കിലും തമിഴ്നാട്ടിൽ വരാഹി ക്ഷേത്രങ്ങൾ കൂടുതലായും കാണാവുന്നതാണ്. കേരളത്തിലെ വരാഹി ദേവി പ്രധാന പ്രതിഷ്ഠയായി വരുന്ന ചില ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പേട്ട കല്ലുമൂട് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം, തിരുവനന്തപുരം.
അന്തിക്കാട് വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവരാഹി ക്ഷേത്രം തൃശൂർ, പട്ടുവം വടക്കേക്കാവ് വരാഹി ക്ഷേത്രം കണ്ണൂർ, വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം കെടാമംഗലം വടക്കൻ പറവൂർ എറണാകുളം. കൂടാതെ സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയുള്ള ചില ഭഗവതി ക്ഷേത്രങ്ങളിലും വരാഹി പ്രതിഷ്ഠ കാണാം. അവയിൽ ചിലത് ഇവയൊക്കെയാവുന്നു: കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ആമേട സപ്തമാതാ ക്ഷേത്രം തൃപ്പൂണിത്തറ എറണാകുളം എന്നിവയൊക്കെയാണ്. തൃശൂർ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും പരുമല പനയന്നാർക്കാവ് ദേവീക്ഷേത്രം പത്തനംതിട്ടയിലും സപ്തമാതാക്കളുടെ കൂട്ടത്തിൽ വരാഹി ദേവി പ്രതിഷ്ഠയും ആരാധിച്ചു വരുന്നുണ്ട്. വരാഹി ദേവിയുടെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ചൊരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.